പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ BMW കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷങ്ങൾക്കിടെയാണ് സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ 2000 രൂപ നൽകി വാഹനം വിളിച്ചു വരുത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ് നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഈ BMW കാറുമായി സ്കൂളിന്റെ കോമ്പൗണ്ടിലാണോ വിദ്യാർത്ഥികൾ എത്തിയത്? ഇത് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഈ വിദ്യാർത്ഥികളെയും പ്രതി ചേർത്തിട്ടുണ്ടോ? ടോമ, ഇത് പ്രധാനമായും സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ കാർ എത്തിയിട്ടുള്ളത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കോന്നി റിപ്പബ്ലിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫിന്റെ ആഘോഷമായിരുന്നു. ആ ആഘോഷ സമയത്താണ് കുട്ടികളെല്ലാം പിരിവിട്ട് റെന്റ് കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് BMW കാർ വാടകയ്ക്ക് എടുത്ത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് ഈ പരാതിയിലുള്ളത്. എന്തായാലും ആ കാറ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ച സമയത്ത് തന്നെ വേഗത്തിൽ ഓടിക്കുന്നതിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധ്യാപകരെ ശ്രദ്ധയിൽപ്പെടുകയും അധ്യാപകരാണ് പിന്നീട് ഇത് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ വന്ന് ഈ കാറ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ച 2 പേരെ, മലയാളപ്പുഴ സ്വദേശികളായ ജോസ് സജി വർഗീസ്, ജുവൽ എന്നിവരുടെ പേരിൽ കേസെടുക്കുകയും കാറ് പോലീസ് കസ്റ്റഡിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ഈ കാർ അവിടെ ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. കുട്ടികൾക്ക് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസിന്റെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് കാറ് അവിടെ കൊണ്ടുവന്നത്. പക്ഷെ അത്തരത്തിൽ ഒരു കാർ ഓടിച്ച് ഒരു പടം എടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടിന് ഒന്നും ഒരു അവസരം ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഈ സ്കൂളിൽ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം സ്കൂളിലില്ലാത്ത ഒരു വാഹനം സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിയതും പുറത്തു നിന്നുള്ള 2 പേർ എത്തിയതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ആ സമയം തന്നെ സ്കൂളിൽ നിന്നും വാഹനം പോലീസ് കസ്റ്റഡിയെടുക്കുക. എന്തായാലും സ്കൂളിനുള്ളിൽ അതിക്രമിച്ച് കിടക്കുക, 2 അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വകുപ്പ് ചേർത്താണ് ഈ 2 പേർക്കെതിരെയും കേസെടുത്തുള്ളത്. ജോസ് സജി വർഗീസ്, മലയാളപ്പുഴ സ്വദേശി ജോസ് സജി വർഗീസ്, ജുവൽ എന്ന് 2 പേർക്കെതിരെയാണ് കേസ് കോന്നി പോലീസ് എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്കറിയാം, ഇത്തരമുള്ള പരാതികളും ഇത്തരമുള്ള കേസുകളും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കുട്ടികളുടെ ഈ സ്പീഡിൽ വാഹനം ഓടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും കോളേജിലും സ്കൂളുകളിലുമൊക്കെ ചില സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ കേസും പോലീസും വലിയ ഗൗരവത്തോടെ കാണുന്നത്. ആ വാഹനം ഒരുപക്ഷെ ആ ഗ്രൗണ്ടിൽ സ്പീഡിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് പത്തനംതിട്ട ജില്ലയിലടക്കം വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾ, അതിരുവിടുന്ന ആഘോഷങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളുകളിലും കോളേജുകളുടെ ഉള്ളിലും വാഹനങ്ങൾ, ഇതുപോലെ അഭ്യാസ പ്രകടനമായ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിയമമൊക്കെ കർശനമാക്കിയത്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇതുപോലെ നിയമം ലംഘിച്ച് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ പോലീസിൻ്റെ നടപടി ഇത്തരം കേസുകൾ ഉണ്ടാകുമെന്ന കാര്യം ഓർക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.